ഹലോ ഹായ് നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പുതിയ വീഡിയോകൾക്ക് നിങ്ങൾ തരുന്ന സ്വീകരണം ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് വളരെ ഒരു പുതിയ യൂട്യൂബർ എന്നുള്ള നിലയ്ക്ക് വളരെ അധികം സന്തോഷം കിട്ടിയ കുറച്ച് ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നുപോയത്. അത് നേരിട്ടിട്ട് വിളിച്ചിട്ട് ഒരുപാട് പേര് അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട്. അവരോടൊക്കെ നന്ദി. ഇങ്ങനെ എപ്പോഴും പറയുന്ന അവർക്കൊരു ബുദ്ധിമുട്ടാവും, എങ്കിലും കൂടിയിട്ട് അതിൻ്റെ നന്ദി അവരോടൊക്കെ രേഖപ്പെടുത്തുകയാണ്. മെസ്സേജ് ആയിട്ടും അതേമാതിരി പിന്നെ ടെസ്റ്റായിട്ടൊക്കെ എഴുതി അയച്ചവർക്കും എല്ലാവർക്കും അതിൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഞാനിന്ന് വന്നിട്ടുള്ള എൻ്റെ കുറ്റി കുരുമുളക് എൻ്റെ വീട്ടിൽ വരുന്നവരൊക്കെ ചോദിക്കാറുണ്ട്, എന്താണ് ഇതിൻ്റെ പരിചരണം, അതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആക്കിയെടുത്തത് എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന സംഗതിയാണ്. അതിൻ്റെ ആരും സഹായമൊന്നും വേണ്ട. അതിന് ആകെ വേണ്ടത് പിന്നെ ബ്രസീലിൻ്റെ കൊളൈബ്രിയം. ഈ കൊളൈബ്രിയം തൈ നമ്മൾ സംഘടിപ്പിക്കുക. എന്നിട്ട് നമ്മൾ എവിടെയാണോ പോകുന്നത് അവിടെ നിന്ന് നല്ല മുളകിൻ്റെത് കാണുകയാണെങ്കിൽ ഒരു കമ്പ് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ഗ്ലാസ് കുപ്പിയിൽ എന്തെങ്കിലും വെള്ളത്തിലാക്കിയിട്ട് കൊണ്ടുവരിക. എന്നിട്ട് നമ്മളെ ഈ തൈമ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. പിന്നിപ്പോൾ നഴ്സറികളിലൊക്കെ കിട്ടും, പക്ഷെ അതിൻ്റെ പരിപാലനം കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കുന്നതിൻ്റെ ഒരിതാണ്. ഒന്ന് വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുകയാണെങ്കിൽ നമ്മളെ വീട്ടുവളപ്പിലൊക്കെ ഈ ഇടവിളായിട്ട് തെങ്ങിൻ്റെയും പ്ലാവിൻ്റെയും റംബുട്ടാൻ്റെയും മാംഗോസ്റ്റിൻ്റെ ഒക്കെ ഇടയിൽ വളർത്താവുന്ന ഒരു ഇനാണ് ഈ കുറ്റി കുരുമുളക്. മറ്റുള്ളതിനാണെങ്കിൽ നമുക്ക് പടത്താൻ മരം വേണം, പിന്നെ അത് പറിക്കാൻ കോണി വേണം. ഇതാകുമ്പോൾ അതൊന്നുമില്ല, നമ്മളെ കയ്യെത്തുന്ന ദൂരത്തെ നമുക്ക് പറിച്ച് ഇന്ന് വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ കുറ്റിക്കുരുമുളക് കൃഷി ചെയ്യുന്ന ഒരാളെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. രാഷ്ട്രപതിയുടെ അവാർഡൊക്കെ മേടിച്ച ഒരു വ്യക്തിയാണ് ജോർജ് മാത്യു എന്നറിയപ്പെടുന്ന ഞങ്ങളുടെ വർക്കിച്ച. അദ്ദേഹം കോട്ടയം ജില്ലയിൽ കൂറന്തോട് എന്ന് പറഞ്ഞ പ്രദേശത്താണ്. അദ്ദേഹത്തിൻ്റെ നഴ്സറി കാണാൻ ദിവസേന ആളുകളുടെ തിരക്കാണെന്നാണ് അദ്ദേഹത്തിന് വിവരിച്ചു കൊടുക്കാൻ വരെ സമയം കിട്ടാറില്ല എന്നൊക്കെയാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയ അറിവ്. അപ്പോൾ ഞായറാഴ്ച ഒന്നും ആ ഭാഗത്തേക്ക് പോകണ്ട, ആരെങ്കിലും പോകണവരുണ്ടെങ്കിൽ. അപ്പോൾ സമ്മിശ്ര ഒരു ഐറ്റമല്ല അദ്ദേഹം കൃഷി ചെയ്യണം, അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. സാധാരണ നമ്മളൊരു ഫാമിൽ ചെന്നാൽ 1-2 ഐറ്റം കുറ്റിക്കുരുമുളകാണ്. അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലില്ലാത്ത കുറ്റിക്കുരുമുളക് ഉണ്ടോ എന്നുള്ളത് ഇനി അദ്ദേഹം പറയും. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോയിലേക്ക് അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. സൗഹൃദ കൃഷി കൂട്ടായ്മയിലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോർജ് മാത്യു. വർക്കിച്ചൻ എന്നാണ് എല്ലാവരും എന്നെ വിളിക്കുന്നത്. കോട്ടയം ജില്ലയിൽ കോരുത്തോട് എന്ന കുടിയേറ്റ ഗ്രാമത്തിലാണ് ഞങ്ങളുടെ ചെറിയ കൃഷിയിടം. ഇത് ഞങ്ങളുടെ ഒരു കുടുംബ കൃഷിയാണ് കേട്ടോ. അധികം ജോലിക്കാരെ ആശ്രയിക്കാതെ ഞാനും ഭാര്യയും മകളും മകനും അവരുടെ കുടുംബവും ചേർന്നാണ് കൃഷി ചെയ്യുന്നത്. കാർഷിക മേഖല രൂക്ഷമായ പ്രതിസന്ധിയിലാണ്. കൃഷി ലാഭകരമല്ലാത്തതായി. അതിനാൽ അടുത്ത തലമുറ കൃഷിയിലേക്ക് വരുന്നില്ല. പ്രകൃതിക്ഷോഭം, വിലത്തകർച്ച, രോഗ കീടബാധ, ഇടനിലക്കാരുടെ മാന്യമല്ലാത്ത ഇടപെടൽ, ഇവയൊക്കെ സാധാരണ കർഷകരെ വളരെ ദോഷമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഈ പ്രതിസന്ധികളൊന്നും ഇന്നോ ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല കേട്ടോ. കൃഷി ആരംഭിച്ച കാലം മുതലേ കഷ്ടപ്പാടുകൾ കർഷകരുടെ കൂടെ തന്നെ ഉണ്ട്. എന്നാൽ ഈ പ്രതിസന്ധികൾക്കിടയിലും വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയ ധാരാളം കർഷകർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് കേട്ടോ. കൃഷി എന്നും ഞങ്ങൾക്ക് പഠനങ്ങളും പരീക്ഷണങ്ങളും ആയിരുന്നു കേട്ടോ. പലതും വൻ പരാജയങ്ങളായിരുന്നു, ചിലതെല്ലാം വിജയിച്ചു കേട്ടോ. അതിൽ വാനില കൃഷിയിലെ പരീക്ഷണങ്ങൾ നല്ല വിജയമായിരുന്നു. വിവിധ രാജ്യങ്ങളിലെ കർഷകരും സയൻറ്റിസ്റ്റുകളും ഞങ്ങളുടെ കണ്ടെത്തലുകൾ കണ്ട് മനസ്സിലാക്കാൻ ഇവിടെ വരുമായിരുന്നു കേട്ടോ. 2002 രാഷ്ട്രപതി ഭവനിൽ വെച്ച് ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിൽ നിന്നും ദേശീയ അവാർഡ് വാങ്ങുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. ഇപ്പോൾ ഞങ്ങളുടെ പ്രധാന പരീക്ഷണങ്ങൾ കുറ്റിക്കുരുമുളക് കൃഷിയിലാണ്. നൂറ്റാണ്ടുകളായി കർഷകർ കേരളത്തിൽ കുരുമുളക് കൃഷി ചെയ്തു വരുന്നു വളരെ നന്നായിട്ട്. വിവിധ ഇനങ്ങൾ പ്രാദേശികമായി കണ്ടുവരുന്ന കരിമുണ്ട, ജീരകമുണ്ടി, കരിവിളാഞ്ചി, നാരായക്കൊടി, കോട്ട മുതലായ പല ഇനങ്ങളും. അതുകൂടാതെ കുരുമുളക് ഗവേഷണ കേന്ദ്രങ്ങളിൽ വികസിപ്പിച്ചെടുത്ത ശ്രീഹര, ശുഭകര, പഞ്ചമി, പൗർണമി, തേവം, വിജിയൂർ
പന്നിയൂർ 1 മുതൽ 9 വരെ മുതലായവ, അതോടൊപ്പം കർഷകർ കണ്ടെത്തി പരിപോഷിപ്പിച്ച തെക്കൻ, കൈരളി, കുമ്പുക്കൻ, സിയോൺമുണ്ടി, അഗളി, അങ്ങനെ പല പല ഇനങ്ങൾ. കേരളം കുരുമുളകിൻ്റെ നാടായിരുന്നല്ലോ. വിദേശികൾ ഇവിടെ വന്നത് തന്നെ കുരുമുളക്, ഏലം, ഗ്രാമ്പൂ, കറുവ, ചുക്കജാതി മുതലായ സുഗന്ധവിളകൾ വാങ്ങുവാൻ വേണ്ടി ആയിരുന്നല്ലോ. ദീർഘകാലം സൂക്ഷിച്ചു വയ്ക്കാവുന്ന ഉണങ്ങിയ കുരുമുളക് പോലെ മറ്റൊരു കാർഷിക വിളയും നമുക്കില്ലെന്ന് തന്നെ പറയാം. സാധാരണ കർഷകരുടെ കൃഷിയിടത്തിലുള്ള തെങ്ങ്, കവുങ്ങ്, മാവ്, പ്ലാവ്, റംബുട്ടാൻ, കൊക്കോ ഏതുമാകട്ടെ, അവയൊക്കെ നിലനിർത്തിക്കൊണ്ട് അവയുടെ തണലിൽ ഇപ്രകാരം നമുക്ക് കുറ്റിക്കുരുമുളക്. സാധാരണഗതിയിൽ കുരുമുളക് കൃഷി ചെയ്താൽ 3 വർഷം എടുക്കും കായ്ച്ചു തുടങ്ങാൻ. ആ 3-ാം വർഷം മുണ്ടെടുക്കാൻ കിട്ടുമെന്നാണ് കാരണന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതായത് കായ്ച്ചു തുടങ്ങും പേരിന് മാത്രം. അതിനൊരു താങ്ങുമരം വേണം. എന്നാൽ ഞങ്ങളുടെ കൃഷിരീതി അനുസരിച്ച് 6 മാസത്തിനുള്ളിൽ നമുക്ക് കായ്പ്പിക്കാം. കുരുമുളക് വർഷത്തിൽ ഒരിക്കലാണ് കായ്ക്കുന്നത്. മഴക്കാലത്തിൻ്റെ ആരംഭത്തിൽ ജൂൺ മാസത്തോടെ വാടി നിന്ന കൊടിയെല്ലാം തളിർത്ത് കായ്ച്ചു തുടങ്ങുകയും ഡിസംബർ ജനുവരിയോടെ വിളവെടുക്കുകയും ചെയ്യാവുന്ന കൃഷിരീതി. എന്നാൽ ഞങ്ങളുടെ കണ്ടെത്തൽ പ്രകാരം കൃഷി ചെയ്താൽ 6 മാസത്തിനകം കായ്ച്ചു തുടങ്ങും. എല്ലാ 2 മാസം കൂടുമ്പോഴും വിളവെടുക്കാം. അതായത് എന്നും കായ്ക്കും എന്നർത്ഥം. നല്ല വളർച്ച കിട്ടുവാനും ദ്രുതപാട്ടം പോലെയുള്ള വേരുരോഗങ്ങൾ വരാതിരിക്കാനുമായി ബ്രസീൽ എന്ന രാജ്യത്ത് വളരുന്ന ഒരു കാട്ടുചെടിയായ കൊളുബ്രീനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്താണ് ഞങ്ങൾ കുറ്റിക്കുരുമുളക് തൈ ഉണ്ടാക്കുന്നത്. തണലിൽ കായ്ക്കും. താങ്ങുമരം വേണ്ട, ഏണി വേണ്ട, കയറി പറിക്കാൻ ജോലിക്കാർ വേണ്ട, നീളമുള്ള കുരുമുളക് തിരികൾ, വലിയ മണികൾ, ഇവയൊക്കെ ഇതിൻ്റെ പ്രത്യേകതകളാണ്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ സാധാരണ കുരുമുളക് ചെടി അഴുകിപ്പോകാറുണ്ട്. കൊളുബ്രീനം എന്ന ചെടി കണ്ടത്തിലും വെള്ളക്കെട്ടിലും ചതുപ്പ് പ്രദേശങ്ങളിലും നന്നായി വളരുന്നു. അതിനാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് ചെടി നന്നായിട്ട് കൃഷി ചെയ്യാൻ കിട്ടും. ഇങ്ങനെ 25 സെൻറ്റ് സ്ഥലത്ത് മറ്റ് കൃഷിയോടൊപ്പം ഞങ്ങൾ ഏതാണ്ട് 3000-ഓളം കുരുമുളക് ചെടി ഗ്രാഫ്റ്റ് ചെയ്ത് വളർത്തുന്നു. ഇതാണ് കൊളുബ്രീനം എന്ന ചെടി നമ്മൾ കൂടയിൽ തണ്ട് മുറിച്ച് നട്ട് വളർത്തിയിരിക്കുന്നത്. ഈ ചെടിയിൽ ഞാനൊന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് കാണിക്കാം. ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് മുന്നിലായിട്ട് ഒരു തുണിയെടുത്ത് അതൊന്ന് തുടച്ച് വൃത്തിയാക്കുക. കാരണം ചാണകവെള്ളമൊക്കെ നമ്മൾ കലക്കി ഒഴിക്കുന്നതല്ലേ, ഇതൊരു സർജറിയാണല്ലോ. രണ്ടാമതായിട്ട് ആ കൊടിയുടെ തണ്ട് കൈ കൊണ്ടൊന്ന് വളച്ചു നോക്കുക. ഇത് വളയുന്നില്ല, തടിയായിപ്പോയി. അപ്പോൾ അവിടെ ഗ്രാഫ്റ്റ് പിടിക്കാൻ പാടാം. ഇവിടെ പിടിക്കും. ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്യാം, ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്യാം. ഇവിടെ ഇച്ചിരി എളുപ്പമായിപ്പോയി, പിടിക്കാൻ പാടാം. പിന്നെ ഇങ്ങോട്ട് വരുന്ന ഭാഗത്ത് ഗ്രാഫ്റ്റ് പിടിക്കാൻ പാടാം. അതുകൊണ്ട് അല്പം വളയുന്നതും മൂത്തു പോകാത്തതും തീർത്തും എളുപ്പമല്ലാത്ത ഭാഗത്താണ് ഗ്രാഫ്റ്റ് ചെയ്താൽ പിടിക്കാൻ സാധ്യത കൂടുതൽ. ഇപ്പോൾ ഇവിടെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് കാണിക്കാം. ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് തുടച്ച് വൃത്തിയാക്കുക. രണ്ടാമത് മുട്ടിൻ്റെ താഴെ വെച്ച് മുറിക്കുക. മുറിച്ച ഭാഗത്തിൻ്റെ ഇല നീക്കം ചെയ്യുക. ഇത് നമ്മൾ നടീൽ വസ്തുവായിട്ട് ഉപയോഗിക്കും. ഇനി നമ്മൾ ഇവിടം ഒന്ന് ലെവൽ ചെയ്യുന്നു. നമ്മൾ ചുമ്മാ ചെത്തിയതാണ്, അതൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്യുന്നു. അവിടെ 1 ഇഞ്ച് ആഴത്തിൽ നമ്മൾ കത്തി കൊണ്ട് നടുക്ക് കീറുന്നു. 1-1.5 ഇഞ്ചാകാം. ഇനി നമ്മളിതിൽ ബുഷ് പെപ്പറ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ചെടിയിൽ നിന്ന് ഒരു ബുഷ് കട്ട് ചെയ്തെടുക്കുന്നു. ആ കട്ട് ചെയ്തെടുത്ത് ഈ ബുഷിൻ്റെ ഇല കട്ട് ചെയ്ത് കളയുന്നു. ഇത്രയൊന്നും നീളം വേണമെന്നില്ല, ഭംഗിയായിട്ട് കാണാൻ വേണ്ടി ചെയ്തതാണ്. ഈ ഭാഗവും ഒന്ന് ലെവൽ ചെയ്യുന്നു. 2 സൈഡും ഈ 1 ഇഞ്ച് കീറിയതിനനുസരിച്ച് 1 ഇഞ്ച് നമ്മൾ ചെത്തിക്കളയുന്നു. ഇവിടം കട്ടി കുറച്ചും അങ്ങോട്ട് ചെല്ലുമ്പം കട്ടി കൂട്ടിയും ചെത്തുന്നു. മറ സൈഡും അതുപോലെ തന്നെ ചെത്തുന്നു. ചെത്തി താഴോട്ട് ചെല്ലുന്തോറും കട്ടി കുറച്ചു കൊണ്ടുവന്ന് കോടാലി പോലെ ആപ്പ് പോലെ പേപ്പറായിട്ട് ചെത്തിയിട്ട് ആ ഭാഗം നമ്മൾ ഈ കീറിയ ഇതിനകത്ത് ഇറക്കി വയ്ക്കുന്നു. ഏതെങ്കിലും കാരണവശാല ഇറങ്ങിയില്ലെങ്കിൽ അല്പം കൂടെ കീറിയിട്ട് വെക്കുന്നു. ബട്ടിംഗ് ടേപ്പ് എന്ന് പറഞ്ഞ് പ്ലാസ്റ്റിക് വാങ്ങിക്കാൻ കിട്ടും. പ്ലാസ്റ്റിക് വാങ്ങിച്ചിട്ട് ആ പ്ലാസ്റ്റിക് വെച്ചിട്ട് നമ്മൾ കീറിയതിൻ്റെ തൊട്ട് താഴെ മുതൽ ചുറ്റുന്നു. സ്വല്പം മുകളിലോട്ട് ചുറ്റി കീറിങ്ങി വരുന്നു. തീർത്തയച്ചല്ല, വലിയ ബലത്തിലുമല്ല. അത് മുകളിലോട്ട് കയറി മുകളിൽ വരെ ചുറ്റിങ്ങി പോരുന്നു.
ഏറ്റവും ടോപ്പിൽ വരുമ്പോൾ മുറിപാട് കൂട്ടി അല്പം കൂടെ വലിച്ച് വെള്ളം പോലും ഇറങ്ങാത്ത പോലെ 2, 3, 4 ചുറ്റി ചുറ്റുന്നു. അപ്പോൾ അതിലെ വെള്ളം പോലും ഇറങ്ങില്ല, നല്ല ടൈറ്റായിട്ടിരിക്കും. മിച്ചം വരുന്ന പ്ലാസ്റ്റിക് വലിച്ചാൽ വള്ളിയായിട്ട് നീളും. ആ വള്ളി കൊണ്ട് തന്നെ ഇത് ചുറ്റി കെട്ടുന്നു. അല്പം ബലത്തിന് താഴെ വരെ ചുറ്റി കെട്ടുന്നു. താഴെ വരെ ചുറ്റിയതിന് ശേഷം ചുറ്റ് അഴിഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ മിച്ചമുള്ള വള്ളി കൊണ്ട് ഒരു കെട്ടിടുന്നു. ഇത്രയേ ഉള്ളൂ. ഗ്രാഫ്റ്റിംഗ് വളരെ ലളിതമാണ്. ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞു. പിന്നെ ഗ്രാഫ്റ്റ് ചെയ്ത ചെടി നമ്മൾ തണലിൽ സൂക്ഷിക്കുന്നു 1 മാസത്തേക്കൊക്കെ. ഇത് 1 മാസം ആയ ചെടിയാണ്. 1 മാസം കഴിയുമ്പോൾ നമ്മൾ വെയിലും മഴയൊക്കെ കൊള്ളുന്നവർ എടുത്തു വെക്കുന്നു. അതിലെല്ലാം പുതിയ കിളിപ്പുകൾ തുടങ്ങി. എല്ലാം പുതിയ കിളിപ്പുകൾ തുടങ്ങി. പുതിയ കിളിപ്പുകൾ തുടങ്ങിയ ചെടിയിൽ 6 മാസമൊന്നും വേണ്ട, 1 മാസത്തിനകം തിരി വരാൻ തുടങ്ങി. ഈ തിരിയൊക്കെ ഒന്ന് അടത്തിക്കളയായിരിക്കും നല്ലത്. ഇച്ചോടെ വളർച്ച കിട്ടാൻ ആദ്യം ഉണ്ടാകുന്ന തിരിയൊക്കെ അടത്തിക്കളയാണെങ്കിൽ ചെടിക്ക് ഇച്ചോടെ വളർച്ച കിട്ടും. 1 മാസം കൊണ്ട് തിരി വേണേലും ഇട്ട് തുടങ്ങും. അതിനുശേഷം ഒരു 2 മാസമൊക്കെ ആയ ചെടിയാണിത്. ഈ കാണുന്നതൊക്കെ 2 മാസം ആകുമ്പോഴേക്കും നമ്മളൊരു കത്തി ഉപയോഗിച്ച് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത കെട്ട് അഴിച്ചു വിടും. നമ്മൾ ആ കെട്ടിയ ഭാഗത്ത് കത്തി കൊണ്ട് ഒന്ന് വരഞ്ഞാൽ കെട്ട് പൊട്ടും. ആ കെട്ട് നമ്മൾ അഴിച്ചു മാറ്റുന്നു. അഴിച്ചു മാറ്റി കഴിയുമ്പോഴത്തേക്ക് ഗ്രാഫ്റ്റ് എല്ലാം നല്ലപോലെ പിടിച്ച് നല്ല രീതിയിൽ ഒട്ടി പുതിയ തൈയായിട്ട് വരുന്നു. ഉണ്ടോ? നല്ലപോലെ ഗ്രാഫ്റ്റ് പിടിച്ച് ചേർന്ന് നല്ല തൈയായി. ഈ തൈ ഈ കൂട പൊട്ടിച്ച് മണ്ണിലോ ചട്ടിയിലോ ജാറിലോ നമുക്ക് നടാം. ഇതൊരു 3-4 മാസത്തിനകം കായ്ച്ചു തുടങ്ങും. ഇതിൽ ചോട്ടിൽ നിന്ന് വീണ്ടും കിളിപ്പ് പൊട്ടി വരും. ആ കിളിപ്പ് പൊട്ടി വരുന്നിടത്ത് നമുക്ക് വേണേ ഗ്രാഫ്റ്റ് ചെയ്യാം. ഈ ഗ്രാഫ്റ്റ് ചെയ്ത ചെടിയിൽ വരുന്ന കിളിപ്പുകൾ അടത്തിക്കളയണം. ഗ്രാഫ്റ്റ് ചെയ്ത ചെടിയിൽ സൈഡിൽ നിന്ന് കിളിപ്പ് ഇങ്ങനെ ഉണ്ടായി വരികയാണ്, അത് അടത്തിക്കളയുക. അത് വളർന്നാൽ പൊടി വളരാൻ താമസം വരും. ഓരോ ചെടി ഇടയ്ക്കിടയ്ക്ക് നോക്കുക, സൈഡിൽ നിന്ന് കിളിപ്പ് ഈ മുട്ടയിൽ നിന്ന് വരുന്നുണ്ടോയെന്ന് ഉണ്ടെങ്കിൽ അടത്തിക്കളയുക. 2 മാസം കഴിയുമ്പോൾ കെട്ടഴിച്ചു വിടുക, പറമ്പിൽ കൊണ്ട് നടുക. നിലവിലുള്ള ഒരു കൃഷിയും കളയാതെ മറ്റൊരു കൃഷിയും വിജയിപ്പിക്കാൻ പറ്റാത്ത സ്ഥലത്ത് അതിൻ്റെ തണലിലാണ് ഞങ്ങൾ കുറ്റിക്കുരുമുളക് മണ്ണിൽ കൃഷി ചെയ്യുന്നത്. ഇങ്ങനെ കൊളബ്രീനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് ചെടിയാണ് ഈ കാണുന്നതൊക്കെ. അത് പ്ലാവും മാവും റംബുട്ടാനും ഷെയ്ഡും ഒന്നും വിഷയമല്ല. ഏത് ഷെയ്ഡിലും ഇത് നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. നല്ല ഷെയ്ഡ്, പ്ലാവിൻ്റെ മാവിൻ്റെ അടിയിൽ ഇത്രയും ഷെയ്ഡിൽ ഈ കുരുമുളക് നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. വാഴയും എല്ലാ കൂട്ടം നിൽപ്പുണ്ട്. ഈ കൃഷിയുടെ ഒരു പ്രത്യേകത, ഇത് നമുക്ക് നിലവിലുള്ള കൃഷിയൊന്നും കളയണ്ട. അതോടൊപ്പം ഇതിന് താങ്ങുമരം വേണ്ട, ഏണി വേണ്ട. ഇതിൻ്റെ പരിചരണങ്ങൾക്ക് പണിക്കാരെ ആവശ്യമില്ല. ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് നമുക്കൊരു കൂട്ടുകൃഷി പോലെ ഇത് ചെയ്യാൻ പറ്റും. എല്ലാ സമയത്തും കായ്ച്ചുകൊണ്ടിരിക്കും. പുതിയ പുതിയ തിരികളും പുതിയ കിളിപ്പുകളും ഉണ്ടായിക്കൊണ്ടിരിക്കും. എല്ലാ സമയത്തും കായ്ക്കുന്നു. ഇപ്പോൾ പഴുത്ത മുളകും പിഞ്ചുമുളകും തിരിയുമുണ്ട്. ഇത് സമൃദ്ധമായിട്ട് കായ്ക്കുന്നു. ഇതെല്ലാം കൊളബ്രീനത്തെ ഗ്രാഫ്റ്റ് ചെയ്ത ചെടിയാണ്. ഭാഗത്തൊരു ചെറിയ ഗ്യാപ്പ് പോലെയുണ്ട്. ഇതിലെല്ലാം തിരിയിട്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ തിരികൾ ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഈ കൊളബ്രീനം ചുവട്ടിൽ നിന്ന് പൊട്ടിക്കിളത്താണ്. ഈ ഭാഗത്ത് നമുക്ക് ഒരെണ്ണം കൂടെ ഗ്രാഫ്റ്റ് ചെയ്യാം. ഇവിടുന്ന് ഒരു പീസ് മുറിച്ച് ഇങ്ങോട്ട് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഇത്രയും ഭാഗം കൂടെ കവർ ചെയ്യും. അങ്ങനെ 1.5 വർഷം കൊണ്ട് നമുക്ക് ഒരു നല്ല കുറ്റിക്കുരുമുളക് തോട്ടം ഉണ്ടാക്കാം. അടുത്ത ദിവസം ഗ്രാഫ്റ്റ് ചെയ്ത ഒരു ചെടിയാണിത്. ഗ്രാഫ്റ്റ് ചെയ്തു, അതൊന്ന് പൊട്ടിക്കിളുക്കാൻ തുടങ്ങി. അതേ തന്നെ തിരിയും ഉണ്ടാകുന്നുണ്ട്. തിരി അടത്തിക്കളയാം. ഒരു 2 മാസം കഴിയുമ്പോൾ ഇത് നന്നായിട്ട് കായ്ച്ചു തുടങ്ങും. അപ്പോഴേക്ക് ഈ കൊളബ്രീൻ ഇതും കൂടെ ഗ്രാഫ്റ്റ് ചെയ്യുമ്പം ഈ ഭാഗം ഇങ്ങനെ ഫില്ലായി. അങ്ങനെ ഈ പറമ്പിൽ മുഴുവൻ ഏതാണ്ട് ഒരു 30 സെൻറ്റ് സ്ഥലത്ത് ഏതാണ്ട് 2500-3000 ചെടി നമ്മൾ അടുപ്പിച്ച് കൃഷി ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരം ആയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് വീട്ടിൽ കുരുമുളക് കൃഷിയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, പിന്നെ തൈയുള്ളവർ തന്നെ അതിൽ നിന്ന് എങ്ങനെ വേറെ തൈ ഉണ്ടാക്കേണ്ടി എന്നറിയാത്തവർക്കൊക്കെ വളരെ ഉപകാരമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. വർക്കിച്ചന് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഇതാണ് കൊളീബ്രിയം. നമ്മൾ തിപ്പല്ലി എന്നൊക്കെ പറഞ്ഞിട്ട്, തിപ്പല്ലിയിലൊക്കെ ആളുകൾ പൊതുവെ പറയാനായിട്ട് തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്താണെന്ന്. രണ്ടാണ്. അപ്പോൾ ഞാനത് എൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത തൈയിൽ നിന്ന് മുളച്ച് പൊന്തുന്ന കമ്പുകൾ കുഴിച്ചിട്ടിട്ട് ഉണ്ടാക്കിയാണ്. ഇതിലൊക്കെ ഞാൻ കമ്പുകൾ കുഴിച്ചിട്ടിട്ട് ഇതിലൊക്കെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഫുള്ള് കുരുമുളകിൻ്റെ ഒരു തോട്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ
ഈ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല. പൊതുവേ ഒരു പരാതിയാണ്, വീഡിയോ വളരെ ലെങ്തി ആകുന്നുള്ളത്. ക്ഷമിക്കണം, അത് സംസാരിച്ച് അങ്ങനെ ആയിപ്പോകുന്നതാണ്. അപ്പോൾ കഴിയുന്നതും ഇനി കുറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്കാണ് എനിക്ക് കിട്ടുന്ന പ്രോത്സാഹനം. അപ്പോൾ അത് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സംതൃപ്തി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഓക്കെ, ബൈ. അബ്ദുൾ റസാഖ് തിരൂർ.